പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്ന് ദേവാലയത്തിൽ പോവുകയും ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും സഭയെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും സഭയുടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ, ഇന്ന് ഉടമ്പടി പ്രകാരം രോഗികളെ കാണാൻ പോകുന്നവർ, സുവിശേഷ വേലയ്ക്ക് പോകുന്നവർ, പത്രം കൊടുക്കാൻ പോകുന്നവർ, അനാഥാലയങ്ങളിൽ പോകുന്നവർ, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം പാലിച്ചു പോകുന്നവരെല്ലാം, അവരെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ.
നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും വിടുതലുണ്ടാകട്ടെ. പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നമ്മളെ നയിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറക്കുകയും നിൻ്റെ വഴികളിൽ അവിടെ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഇന്ന് കാണാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ജീസസ്. എന്നുവെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടാം, സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, 21 ലക്ഷം ആൾക്കാരെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര 87 തുടങ്ങിയതാണ്. ഇപ്പം എത്രയോ വർഷമായി, 36 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പം 37 വർഷമായിരുന്നു. എന്താണ് ഇത്രയും കാലങ്ങളിലൂടെ ഒരു 10-200 ആൾ അല്ലെങ്കിൽ 500 ആളെയൊക്കെ കാണാത്ത ദിവസങ്ങൾ കുറവാണ്. ഏറ്റവും കുറഞ്ഞ ദുഃഖവെള്ളിയാഴ്ച മാത്രം ആൾക്കാരെ ഒന്നും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും ആൾക്കാരെ കാണും. ഞാനിത് പറയാൻ കാര്യം, ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ കാരണം ഞാൻ എപ്പോഴും ആൾക്കാരെ നിരീക്ഷിക്കും. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കണത് ദൈവവചനത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് പരിഹരിപ്പിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, പണ്ടുപോലെ ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാരെ എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞാനത് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ പഠിപ്പിക്കാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം എന്ന് പറയണത് ഇപ്പം നൈസേൻ ക്രീഡ്, നിക്കിയ സുനദോസ് വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസ പ്രമാണം. അപ്പം അതിൻ്റെ അകത്ത് വരണത് അത് എന്താണെന്നാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. അതെങ്ങനെയാണ്? ആദിമസഭയിലെ പൗലോസിനുണ്ടായ വെളിപാടാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷയെന്ന് പറയണത് അതുപോലെ ഈശോ തന്നെയാണ്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ധ്യാനങ്ങളിലും. എൻ്റെ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 10:9, റോമ 10:9, പിന്നെ ലൂക്ക 2:30. ഇപ്പം രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്, രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കണമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം എന്താണ്? യമനിയമാസന, പ്രാണായാമ, പ്രത്യാസന, നിധിധ്യാസന, സമാധി, അങ്ങനെ ഒരു സമാധിയിലേക്ക് പോകുന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം ഈ ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. അപ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള പുതിയൊരു വാതിൽ തുറന്നു വരികയാണ്, സാധ്യതയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ആ പ്രശ്നകാലങ്ങളിൽ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കണം. വിശ്വാസത്തെ നമുക്കറിയാം, വിശ്വാസം എന്ന് പറയണത് പലപ്പോഴും ഒരറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസം കേൾവി എന്നൊക്കെ പറയത്തില്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ വന്നാണ്. അപ്പം എന്തെങ്കിലും വിശ്വാസമല്ല ഉള്ളത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളാണ്. ഞാനിത് പറയണ കാരണം, അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം വചനങ്ങളില്ലേ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ. ആദ്യം വിശ്വാസം അറിവിൽ നിന്ന് വരണ കാണാം.
എന്തറിവാൻ? വിശ്വാസം കേൾവിയിൽ നിന്ന്. 10:17 റോമ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഇത് എന്നിടയ്ക്കൊന്നൊരു 100 പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതാണ് അടിത്തറ ഉറപ്പിച്ചില്ലെങ്കിൽ ഉത്തരവിധാനമൊക്കെ ഇങ്ങനെ വിണ്ടുകേറി വരും. പ്രത്യേകിച്ച് കാറ്റും മഴ ഉണ്ടാകുമ്പോൾ. കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്താണ്? ഇപ്പം അടിത്തറ എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നും. കേൾവി എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്, പ്രസംഗങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ബേസ് ചെയ്താണ് വിശ്വാസം ഉള്ളത്, അല്ല എന്തെങ്കിലും വിശ്വസിക്കുകയല്ല. ഇപ്പം ചില ആൾക്കാർ, ചില സെക്കുലറായിട്ടുള്ള ആൾക്കാർ, ഈവൻ പ്രീസ്റ്റ് പോലും പറയും അച്ഛൻ ചെയ്യണത് ഫെയ്ത്തിസമാണെന്ന് പറയും. അപ്പോൾ ഞാൻ വിവരക്കേട് പറയുമ്പോൾ ഞാൻ മിണ്ടത്തില്ല. കാര്യം ഞാൻ മിണ്ടിയാൽ എനിക്ക് അവർ ഒഫൻഡ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം? ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്ത് യൂറോപ്യൻസ് ലോകത്ത് സംഭവിക്കുന്ന ദൈവികമായ ഇടപെടലിനൊക്കെ വിളിച്ച പേര് ഫെയ്ത്തിസം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ പറയും ക്രിസ്തു പോലും ഫെയ്ത്തിസമാണ് ഉപയോഗിച്ചതെന്ന് പറയും. എന്താണ്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ഒന്നല്ല. അതായത് വിശ്വാസം എന്ന് പറയണത്, നമുക്കൊരു വിശ്വാസം ഉണ്ടാകണത് ആത്മവിശ്വാസം, ആത്മധൈര്യം. ഇപ്പം ആൾക്കാർക്ക് അമ്പിയെ കൂടി നടക്കത്തില്ലേ? ഒരു വലിയ റോഡൊക്കെ പിടിച്ചുകൊണ്ട് അവർ ബാലൻസ് പോകാതിരിക്കാൻ കമ്പിയെ കൂടി നടക്കും. സർക്കസുകാർക്ക് അവരുടെ ബാലൻസിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസമല്ല, അതിനാണ് ഫെയ്ത്തിസം എന്ന് പറയുന്നത്. അവരുടെ കഴിവിൽ, അവരുടെ മെയ് വഴക്കങ്ങളിൽ, ശീലങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം. അങ്ങനെയല്ല. വി ബിലീവ് ഇൻ എ പേഴ്സൺ. ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ഐഡിയയിൽ പോലും അല്ല വിശ്വസിക്കുന്നത്. ഇപ്പോൾ മാർക്സിസം ഒരു ആശയത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നുള്ളതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ റെവലേഷൻ എന്ന് പറയുന്നത്, വെളിപാട്. അപ്പോൾ ഈശോ തന്നെ പറഞ്ഞല്ലേ, വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറയും, ലൂക്കാ 2:30, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവാണ്. ഇപ്പൊ റോമ 10:9 നമ്മൾ വായിച്ചേ, 10:9 വായിച്ചേ. ഇത് ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിക്കും. എന്താണെന്നറിയോ? ഇതിപ്പോൾ നിങ്ങൾ ചിലർ പറയുക, ഇപ്പം ഇത് അച്ഛൻ എപ്പോഴും പറയണതാണിത്, ഇത് തന്നെ ഇനി ഞാൻ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. എന്താണത്? 10:9 വായിച്ചേ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും. അപ്പോൾ ആരാണ് യേശു? യേശു എന്ന് പറഞ്ഞ കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം രക്ഷ പ്രാപിക്കണമെങ്കിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് കൂടുതൽ വിശ്വസ്തയോടെ, തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സാക്ഷ്യം പറയാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ്, ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് അടൂരിൽ നിന്നുള്ള മനീഷിൻ്റെ കുടുംബത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. മനീഷും ജീവിത പങ്കാളിയും തങ്ങളുടെ ഉടമ്പടി ജീവിത അനുഭവങ്ങൾ ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്.
പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങളെ പറ്റിയാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരുടെയും മേൽ അയക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകുമെന്ന്. ഈ ഒരു സാക്ഷ്യത്തിൽ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങളാണ് വചന അടിസ്ഥാനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയൽ 2:28 തിരുവചനത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങൾ. ഈ 2 പേരും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കൾ മരിയൻ ഉടമ്പടിയെടുത്ത് നിബന്ധനകളെ വിശ്വസ്താപൂർവം പാലിച്ച് മുന്നേറുന്നവരാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മനേഷ്, ഇതെൻ്റെ ഭാര്യയും മക്കളുമാണ്. ഈ മരിയൻ ഉടമ്പടിയുടെ ഭാഗമായി ഇവരും തങ്ങളുടേതായ പ്രാർത്ഥനകളിലൂടെയും ത്യാഗപ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. റിസൾട്ട് അടുക്കാറായപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾക്കും പ്രത്യേകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയൽ 2:28 തിരുവചനം അനുസരിച്ച് നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും, അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരുടെയും മേൽ അയക്കും എന്ന വലിയൊരു തിരുവചനത്തിൻ്റെ സാക്ഷാത്കാരം ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ്: ഞങ്ങൾ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞങ്ങൾ വീട്ടിലൊറ്റയ്ക്കായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ആ സമയത്ത് പപ്പയും അമ്മയും ക്ലിനിക്കിലായിരുന്നു. അപ്പം ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തീ കത്തിക്കുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് ചോദിച്ചു, ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും അമ്മ സുഗന്ധാഭിഷേകവും അങ്ങനെ പല അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ, അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ കാണിച്ചു തരണമെന്ന് ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഈ മകൾ തുടർന്ന് സാക്ഷ്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ അങ്ങനെ പറഞ്ഞു തീർന്നപ്പോൾ 5 മിനിറ്റ് ആയില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ റൂമിലേക്ക് ചെന്നു. 5 മിനിറ്റ് ആയില്ല, ആ മുറി മൊത്തം സുഗന്ധാഭിഷേകമായിരുന്നു, ഒരു മുല്ലപ്പൂ മണമായിരുന്നു. ഈ സുഗന്ധത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഈ മകൾ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ലിവിങ് റൂമിലുള്ള ദൈവമാതാവിൻ്റെ രൂപത്തിൽ, പ്രതിഷ്ഠാരൂപത്തിലാണ് ഈ മകൾ ചെന്ന് നിൽക്കുന്നത്. അവിടെ നിന്നാണ് പരിശുദ്ധ ദൈവമാതാവ് ഈ ഉടമ്പടി എടുത്ത കുടുംബത്തിന് സാന്നിധ്യം നൽകി, സാമീപ്യം നൽകി, അമ്മ നിങ്ങളോട് കൂടെയുണ്ട് മക്കളെ എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകുന്നത്. ഞാനും എൻ്റെ സഹോദരി വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത്, ഞങ്ങളുടെ ലിവിങ് റൂമിൽ അമ്മയുടെ ഒരു രൂപമുണ്ട്, അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നു. അമ്മയുടെ രൂപത്തിൽ നിന്ന് തന്നെ ആ മുല്ലപ്പൂ മണ മുറി മൊത്തം പരന്നു. പിന്നെ ഈ മകൾ പറയുന്നുണ്ട് ആ സമയം, പിന്നെ ജനാലകളിൽ നിന്ന് തണുത്തൊരു കാറ്റ് ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വീശുന്നുണ്ടായിരുന്നു. അതാണ് ഒരടയാളം. അതായത് മാതാവ് അവിടെ വന്നു, നിങ്ങളെ കണ്ടു, സാന്നിധ്യം അറിയിച്ചു എന്ന് തെളിയിക്കാൻ. ഇതാണ് ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒന്നാമത്തെ മകൾ പറയുന്ന ഒരു ദൈവാനുഭവം. രണ്ടാമതായിട്ട് ആ മകൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഈ SSLC എക്സാമിന് ലഭിക്കാൻ പോകുന്ന മാർക്ക്, അതായത് 10 A+ ആണെന്നുള്ളത് ഒരു ടീച്ചർ എൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 A+ ആണെന്ന് എഴുതുന്നത് ഞാൻ കണ്ടു എന്നാണ് ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നത്. അന്ന് രാത്രി എനിക്കൊരു സ്വപ്നം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, എന്നെ അമ്മ കാണിച്ചു തന്നത് എൻ്റെ മാർക്ക് ഷീറ്റ് എനിക്ക് 10 A+ എന്ന് എൻ്റെ ഏതോ ഒരു ടീച്ചർ എൻ്റെ മാർക്ക് ഷീറ്റിൽ അടയാളപ്പെടുത്തുക. റിസൾട്ട് വരുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ചത് 10 A+ തന്നെയാണ്. ഞാൻ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുക്കുന്നത് 2ാമത്തെ മകളുടെ സാക്ഷ്യമാണ്. ഈ ആദ്യം പറഞ്ഞ മകളുടെ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സാക്ഷ്യാനുഭവമാണ് ഈ റൊവേന എന്ന് പറയുന്ന 2ാമത്തെ മകൾ പറയുന്നത്. ആ മകൾ പറയുന്നത്, സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ പേര് റൊവേന. ഞാൻ കുറച്ച് അടയാളങ്ങൾ, കുറച്ച് ദർശനങ്ങൾ കണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ പറയുവാണ്. ആദ്യത്തെ ദർശനമായിട്ട് ഞാനൊരു പള്ളിയിൽ വെച്ച് പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു തടിക്കുരിശ് കണ്ടു. അതിനുശേഷം പിന്നെ സ്വപ്നമായിട്ട് 8 എന്ന് ഞാൻ കണ്ടു. അതെന്താണെന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. വീണ്ടും ആ മകൾ പറയുന്നുണ്ട്, ഞാനൊരു വെള്ള തുണി വിരിച്ച ഒരു പീഠം ഞാൻ കാണുന്നുണ്ട്, അവിടെ റോസാപ്പൂക്കൾ കാണുന്നുണ്ട്,
പരിശുദ്ധ ദൈവമാതാവ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതായി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ പേരൻസ് വന്നപ്പോൾ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു, ഇവിടെ വന്നു. വീണ്ടും ഈ മകള് പറയുന്നുണ്ട് ഇതേ അനുഭവം തന്നെ, അതായത് ഈ വെള്ള തുണി വിരിച്ച പീഠവും റോസാപ്പൂക്കളും ദൈവമാതാവും ഒപ്പം കുരിശും കൂടി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ മകള് പ്രത്യേകമായിട്ട് ഈ ഒരു ദർശനം വിവരിച്ചപ്പോൾ ഈ മകള് തന്നെ പറയുന്നുണ്ട്, അവസാനം 8-ാം തീയതി എനിക്ക് 8 എന്ന നമ്പർ ദൈവപിതാവ് കാണിച്ചു തന്നതനുസരിച്ച് 8 വിഷയങ്ങൾക്കാണ് A+ കിട്ടുന്നതെന്ന് ഈ മകള് പറയുന്നുണ്ട്. കൂടാതെ ഈ മകള് ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതായത് റിസൾട്ടിനോടനുബന്ധിച്ച് ഞാൻ ബൈബിള് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനം എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ തന്നെ ബൈബിൾ തുറന്നു. അപ്പോൾ എനിക്ക് എസ്ഐക്കിയൽ 42 കിട്ടിയത്. അത് മൊത്തം നീളവും വീതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു, മന്ദിരത്തിൻ്റെ തന്നെ. അപ്പം ഞാനത് വചനത്തിൽ വിശ്വസിച്ചു. അവിടെ ഭാവി ദേവാലയത്തിൻ്റെ കണക്കുകളെ സംബന്ധിച്ച് വചനത്തിലൂടെ പ്രതിപാദിക്കുന്ന വലിയൊരു ഭാഗമാണത്. ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആദ്യം ഈ മകള് കണ്ടത് ഈ കുരിശാണ്. ഒരു തടി കുരിശാണ് ഈ മകള് കാണുന്നത്. 8 എന്ന നമ്പറും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോയിൽ 2:28 തിരുവചനം അനുസരിച്ച് യുവതി യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നത് പോലെ, പുത്രീ പുത്രന്മാർ പ്രവചിക്കുന്നത് പോലെ ഈ മകൾക്കും വലിയൊരു ദൈവാനുഭവം ലഭിക്കുകയാണ്. ഈ ഒരു പ്രത്യേകമായ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിശകലനം ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ച വചനം യോഹന്നാൻ 17:10 തിരുവചനമാണ്. വചനം ഇപ്രകാരമാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതും, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. തിരുവചനം അതാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതും, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. കുരിശ് നമുക്കറിയാവുന്നതുപോലെ മഹത്വത്തിൻ്റെ വലിയൊരു ചിഹ്നമാണ്. ഈ മകളുടെ ജീവിതത്തിലൂടെ ദൈവപിതാവ് ഈ മകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആദ്യം ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. നിന്റെ ഈ ഒരു റിസൾട്ടിലൂടെ ഞാൻ മഹത്വപ്പെടും. അതാണ് ദൈവപിതാവ് ആദ്യമായിട്ട് ഈ കുരിശ് കാണിച്ചുകൊണ്ട് ഈ മകളോട് പറയാൻ ആഗ്രഹിച്ചത്. അതിൻ്റെ കാരണം ഞാൻ കൂടുതൽ വിശദമായിട്ട് വചനങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാവുന്നതുപോലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന അതെപ്പോഴും സമർപ്പണത്തിനുള്ളതാണ്. ദൈവം തൻ്റെ സ്വന്തമാക്കിയവരോടാണ് എപ്പോഴും സ്വാതന്ത്ര്യം കാണിക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ചോദിക്കുമ്പോൾ എന്താണോ അവർ ചോദിക്കുന്നത് അത് അപ്പോൾ തന്നെ കൊടുക്കും. ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ പുതിയ നിയമത്തിൽ ലൂക്കാസ് സുവിശേഷത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. ധൂർത്തപുത്രൻ ഇതുപോലെ സ്വത്തെല്ലാം ധൂർത്തടിച്ച് തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് എന്താണ് ചെയ്തത്? മോതിരം കൊടുത്തു, മേൽത്തരം വസ്ത്രം കൊടുത്തു, ചെരുപ്പുകൾ അണിയിച്ച് ആ മകനെ സ്വഭവനത്തിലേക്ക് സ്വീകരിച്ച് കൊഴുത്ത കാളക്കുട്ടിയൊക്കെ കൊന്ന് വലിയൊരു സൽക്കാരമൊക്കെ നടത്തുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ മൂത്തപുത്രൻ പരിഭവിച്ച് പുറത്തു നിൽക്കുന്നൊരു ഭാഗം നമ്മൾ ചേർത്ത് വായിക്കുന്നുണ്ട്. അവിടെ പിതാവ് ഇങ്ങനെ കെറിവിച്ച് നിൽക്കുന്ന മകൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനം. വചനം ഇപ്രകാരമാണ്, മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്ന്. ദൈവം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഈ റൊവേന എന്ന മകളോട് ദൈവപിതാവ് കാണിക്കുന്നത്. ആ മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് മുന്നേറുന്നൊരു മകളാണ്. പക്ഷേ ആ മകൾക്ക് 10 A+ ദൈവപിതാവ് അനുവദിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, എനിക്ക് സയൻസ് ഗ്രൂപ്പാണ് എടുക്കേണ്ടത്, അപ്പോൾ എനിക്ക് സയൻസ് ഗ്രൂപ്പ് കിട്ടുമെന്നൊക്കെ വലിയ പേടിയായിരുന്നു എന്ന്. പക്ഷേ ദൈവപിതാവ് ആ മകൾക്ക് അത് അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു സങ്കടത്തിൻ്റെ ഒരു എലമെൻ്റ് ഈ മകളുടെ വിഷയത്തിൽ ദൈവം ആഡ് ചെയ്തിട്ടാണ് ഈ മകളെ ഉയർത്തുന്നത്. അതിൻ്റെ കാരണം അതാണ്. അതായത് നിന്നെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ആ കുരിശിൻ്റെ മഹത്വത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. യോഹന്നാൻ 17:10. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതാണ്, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും മാനുഷികമായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്,
പല ജീവിത വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും പ്രതികൂലമായ ഒരു റിസൾട്ട് വരുമ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ എവിടെ പോയി എന്ന് അതിനുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ എന്നും നിലനിൽക്കുന്നു. നമ്മുടെ ഓരോ ഉരുത്തിരിയുന്ന പ്രാർത്ഥനകളുടെ പിന്നിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവ സ്നേഹമുണ്ട്. ഈ ദൈവിക പുണ്യങ്ങൾ നമ്മുടെ ആത്മാവിനോട് കൂടിയിട്ടാണ് വസിക്കുന്നത്. അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ പ്രാർത്ഥനയ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരോ വിശ്വാസ പ്രവർത്തനങ്ങൾക്കും പ്രത്യാശയുടെ ഫലങ്ങൾക്കും ദൈവ സ്നേഹത്തിൻ്റെ പുണ്യത്തിനുമെല്ലാം വലിയ വലിയ പ്രതിഫലമാണ് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്നത്. അതാണ് നമ്മൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് എന്നുള്ള ആ ഒരു വചനത്തിലൂടെ ദൈവപിതാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾ, ആനുകൂല്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകപ്പെടാതിരിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അത് കൃപയായി സ്വർഗത്തിൽ നിക്ഷേപമായി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ മകളും ആഗ്രഹിച്ചത് 10A+ കിട്ടണമെന്ന് തന്നെയാണ്. പക്ഷേ ആ മകൾക്ക് കുരിശ് കാണിച്ചുകൊണ്ട് സഹരക്ഷയായ ദൈവമാതാവിനെ, കുരിശിലോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ദൈവമാതാവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് ഒരു മഹത്വത്തിൻ്റെ അടയാളമാണ് എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൃപാസനത്തിൽ നടന്നപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്: സഹരക്ഷകയായ ദൈവമാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കൃപാസനം ശുശ്രൂഷകർ ഈ വലിയ മിഷൻ വേല ചെയ്യുന്നത് എന്ന്. ആ ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഈ കുഞ്ഞു മകൾക്ക്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മകൾക്ക് ദൈവപിതാവ് നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിപ്പോൾ ഓർത്തു പോകുന്ന ഒരു ദൈവാനുഭവമാണ്. ആ ദൈവാനുഭവം ഇപ്രകാരമാണ്: ഒരു മകളുടെ പേര് ഞാൻ പറയുന്നില്ല, ആ മകള് 3 തവണ നീറ്റ് എക്സാം എഴുതി പരാജയപ്പെട്ടു. ഈ 3 തവണ നീറ്റ് എക്സാം എഴുതി പരാജയപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് എന്നറിയാൻ ഈ മകള് മെസ്സേജ് എടുക്കുകയുണ്ടായി. അപ്പോൾ ഈ 3 തവണ നീറ്റിന് പരാജയം ഏറ്റുവാങ്ങിയപ്പോഴാണ് ഈ മകള് ദൈവഹിതം അറിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണുന്നത്. അപ്പോൾ ഈ മകളോട് ജോസഫ് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്: നീറ്റ് മകൾ ഇനി എഴുതണ്ട, മകളെ ഒരു ഡിഗ്രി കോഴ്സിലോട്ട് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് മെസ്സേജ് എടുത്തു കൊടുത്തത്. ഈ മകള് ഈ വിഷയം എന്നോട് പങ്കുവച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്ന വചനം ഇതാണ്: യോഹന്നാൻ 21:18. ചെറുപ്പമായിരുന്നപ്പോൾ നീ തന്നെ നിന്റെ അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ യാത്ര ചെയ്യുകയും ചെയ്യും. എന്നാൽ പ്രായമാകുമ്പോൾ നീ കൈ നീട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് മറ്റുള്ളവർ നിന്റെ അരമുറുക്കി നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള ഒരു വലിയ ദൈവിക വെളിപ്പെടുത്തൽ. വിശുദ്ധ പത്രോസ്ലീഹായോട്, സഭയുടെ അമരക്കാരനോട് ഈശോ പറയുന്നൊരു വാക്കാണത്. അപ്പോൾ ഈ മകളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഈ മകള് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് നീറ്റ് എക്സാമിന് പാസ്സാകും എന്ന് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ മരിയൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് മുന്നേറി. പക്ഷേ ഈ മകളെ കുറിച്ച് ദൈവപിതാവിനുള്ള പദ്ധതി മഹത്വപ്പെടുത്താനുള്ള, സ്വർഗത്തിൽ മഹത്വപ്പെടുത്താനുള്ള വലിയൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുമകൾക്ക് ദൈവപിതാവ് ആ ഒരു പ്രാർത്ഥന അനുവദിച്ചു കൊടുത്തില്ല. ഈ 3 വർഷക്കാലവും ഈ മകൾ ഈ നീറ്റിൻ്റെ പുറകെ തന്നെയായിരുന്നു. റോമ 8:18 തിരുവചനം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാകുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ വരുമ്പോൾ ഇത് ദൈവപിതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ളൊരു വലിയ സമയമാണെന്ന് വെളിപ്പെടുത്തി കിട്ടുന്നതാണ് ഒരു ദൈവവൈതലിൻ്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഈ ഒരു കുഞ്ഞു മകൾക്കാണ്, ഈ റോയന എന്ന് പറയുന്ന കുഞ്ഞു മകൾക്ക്
ഒരു 14 വയസ്സ് കഴിയുമ്പോഴാണ് ദൈവപിതാവ് ഈ ഒരു വെളിപ്പെടുത്തൽ നൽകുന്നത്. ഈ ഒരു 8 A+ നൽകുന്നതിലൂടെ ദൈവം നിന്റെ വലിയ മഹത്വത്തെ കാംക്ഷിക്കുന്നുണ്ട് എന്ന്. ദൈവം നിന്റെ ഉള്ളിൽ പാകിയിരിക്കുന്ന ആത്മാവിനെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം അനുസരിച്ച് അസൂയയോടെ അഭിലഷിക്കുന്നു. ഇത് ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ മകള് പറയുന്നുണ്ട്, ഈ ആദ്യത്തെ ദൈവമാതാവിൻ്റെ സുഗന്ധാഭിഷേകത്തോടുകൂടിയുള്ള വരവിന് ശേഷം ഈ മകള് പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയെന്ന്. ഞാൻ സ്വന്തമായി പേഴ്സണലായി ജപമാല ചൊല്ലാൻ തുടങ്ങി. യാത്രയിലായിരിക്കുമ്പോഴൊക്കെ ദൈവസ്നേഹത്തോടെ ജപമാല ചൊല്ലാൻ തുടങ്ങി. പിന്നെ ആ കുഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ കൈക്കൊന്ത ചൊല്ലാൻ തുടങ്ങി. കൈകൊണ്ട് ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങി. ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എസെക്കിയേൽ 42 തിരുവചനം കിട്ടിയപ്പോഴും ഈ മകള് പറയുകയാണ്, ഞാൻ ആ വചനം പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം ആ മകളുടെ ആ ഒരു വിശ്വാസ ജീവിതത്തിൽ അത്രയേറെ വളർച്ച വന്നിട്ടുണ്ട്. ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട്, കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം നമ്മൾ വിശകലനത്തിനായി എടുക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ്, നമ്മുടെ ജീവിതത്തിലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം അത് സമർപ്പണത്തിൻ്റെ വിഷയമാണ്. അത് നിങ്ങൾക്ക് സ്വർഗീയ നിക്ഷേപമാണ്. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും എല്ലാം എന്നും നിലനിൽക്കുന്നതാണ്. അത് നിത്യതയോളം നമ്മുടെ ആത്മാവിന് കൂട്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളിതുവരെ ദൈവം നമ്മളെ സ്വന്തമാക്കിയതിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ പല വിഷയങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവപിതാവ് നമ്മുടെ മഹത്വത്തെ പ്രതി, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ പ്രതി അത് അനുവദിച്ച് തരാതിരുന്നതിന് നമുക്ക് നന്ദി പറയാം. കാരണം അതിലൂടെ നമ്മുടെ വലിയ മഹത്വമാണ് അവിടെ നിന്ന് ലക്ഷ്യം വെച്ചത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ നിത്യമഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് നമുക്ക് ഹൃദയത്തിൽ ദൈവപിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിക്കുന്നതിലൂടെ, സഹരക്ഷകയായ ദൈവമാതാവിനെ കൂട്ടുപിടിക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ സഹന സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, നിന്നെപ്പോലെ ഈശോയെപ്പോലെ സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനുള്ള വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിടണമേ. ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ,
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.